ഇന്നൊരു കുടപ്പൻ കട്ട്ലേറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു കുടപ്പൻ മാറ്റി വയ്ക്കാം. കുടപ്പൻ അല്ലെങ്കിൽ വാഴച്ചുണ്ടെന്നാണ് പറയുന്നത്. 2 കിഴങ്ങും ഒരു സവോളയും ഇതിൻ്റെ കൂടെ നമുക്ക് എടുക്കാവുന്നതാണ്. കുടപ്പൻ നന്നായി അരിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു സവോളയും അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുടപ്പൻ നമ്മൾക്ക് വേവിക്കാനായി മാറ്റി വയ്ക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. കുടപ്പൻ നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവണ്ട, ഒരുപാട് ബ്രൗൺ കളർ ആവാണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതിയാവും. വഴന്നു വരുമ്പം അതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. മസാല എല്ലാം നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും കുടപ്പനും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റസ്ക് പൊടിയും ആവശ്യത്തിന് മുട്ടയും എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ എയർ ഫ്രയറിലേക്ക് എണ്ണ നന്നായി തിരുമ്മി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്ന് ബോളുകളായി ബോൾ പിടിച്ച് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുട്ടയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം റസ്ക് പൊടിയിൽ നിന്ന് നന്നായി മുക്കി ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഓരോന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാം നമുക്കതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അത് എയർ ഫ്രയറിലേക്ക് എണ്ണ തിരുമിയതിന് ശേഷം എയർ ഫ്രയറിലേക്ക് മാറ്റി വയ്ക്കാം. ഓരോ ലെയറും ആദ്യത്തെ ഫസ്റ്റ് ലെയർ മേൽഭാഗത്ത് മുഴുവനായി എണ്ണ നന്നായി തേച്ച് പിടിപ്പിക്കുക. എണ്ണ തേക്കുന്നത് വെച്ചാൽ ശരിക്കും നമ്മളിത് എണ്ണയിലല്ലല്ലോ വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ഡ്രൈ ആവാണ്ടിരിക്കാൻ കുറച്ചൊരു മയത്തിന് വേണ്ടിയാണ് ഓയിൽ തിരുമ്മി കഴിച്ചത്. ഞാൻ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. എല്ലാം നന്നായി നമുക്ക് മറുവശത്തും കൂടെ എണ്ണ തേക്കാനായി എയർ ഫ്രയറിലേക്ക് മാറ്റി വയ്ക്കാം. 180 ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 30 മിനിറ്റോളം നമുക്ക് വെച്ച് കൊടുക്കാം. കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.